സാങ്കേതിക കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളുടെയും സംഗമവേദിയായി സെന്റ് ഗീസ് കോളേജിൽ സൃഷ്ടി 2025 സാങ്കേതിക പ്രദർശനം നടന്നു. സ്റ്റാർട്ടപ്പ് എക്സ്പോയും ഹാക്കത്തോണും അടക്കം വൈവിധ്യമാർന്ന പരിപാടികളാണ് സൃഷ്ടി മേളയോടനുബന്ധിച്ച് നടന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഏറ്റവും മികച്ച സാങ്കേതിക കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങളും ആവിഷ്കാരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സെന്റ് ഗീസ് കോളേജിൽ സൃഷ്ടി സാങ്കേതിക മേള നടന്നത്. സ്റ്റാർട്ടപ്പ് എക്സ്പോയും ഹാക്കത്തോണും അടക്കമുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് സൃഷ്ടിമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നത്. സൃഷ്ടി പ്രദർശനത്തിൽ ഏറ്റവും മികച്ച പ്രൊജക്ടിനുള്ള 1 ലക്ഷം രൂപയുടെ ബെസ്റ്റ് ഇന്നൊവേഷൻ അവാർഡ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആനന്ദ് എസ് ദേവദത്തൻ, എ രാംദേവ് കൃഷ്ണ, എം ആർ രാഹുൽ, ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആനന്ദ് എസ് ദേവദത്തൻ, എ രാംദേവ് കൃഷ്ണ, എം ആർ രാഹുൽ MD എന്നീ വിദ്യാർത്ഥികളുടെ സ്റ്റീരിയോ സർജന് ലഭിച്ചു. സർജറിക്ക് മുമ്പായി രോഗാവസ്ഥയെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ഒരുക്കിയ സ്റ്റീരിയോസ്കോപ്പിക് 3D സംവിധാനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ചാണ് വികസിപ്പിച്ചത്. മികച്ച ഗൈഡിനുള്ള പുരസ്കാരം ഈ പ്രൊജക്ടിൻ്റെ മെൻറ്ററായ ഡോക്ടർ മഞ്ജു ആർ നേടി. മികച്ച സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ടതും തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. കെമിക്കൽ വിഭാഗത്തിൽ കോയമ്പത്തൂർ KPR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിൽ KCG കോളേജ് ഓഫ് ടെക്നോളജി ചെന്നൈ, സിവിൽ വിഭാഗത്തിൽ കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഇലക്ട്രോണിക് വിഭാഗത്തിൽ കാമരാജ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തമിഴ്നാട്, ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ കർപ്പകം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ, ഫുഡ് ടെക്നോളജി വിഭാഗത്തിൽ ഈറോഡ് സെൻറ്റ് കുന്താർ എഞ്ചിനീയറിംഗ് കോളേജ്, ഹെൽത്ത് കെയർ വിഭാഗത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വിജയം നേടിയത്. മികച്ച ബിസിനസ് പ്ലാൻ പുരസ്കാരം കർണാടകയിലെ റേവ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചു. സൃഷ്ടിയുടെ ഭാഗമായി സെന്റ് ഗീസ് കോളേജിലെ ക്ലബ് ഓഫ് ഡാറ്റ എഞ്ചിനീയർസ് സംഘടിപ്പിച്ച 1 ലക്ഷം രൂപ സമ്മാനത്തുകയോടുകൂടിയ സത്വ 2025 എന്ന 36 മണിക്കൂർ നീണ്ട ദേശീയതല ഹാക്കത്തോണിൽ എറണാകുളം രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ജേതാക്കളായി. സീറോ വേസ്റ്റ് ടെക് ചലഞ്ചിനെ അധികരിച്ച് പുതുമയുള്ള സാങ്കേതിക പരിഹാരങ്ങൾ അവതരിപ്പിച്ച് രാജഗിരിയിലെ 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ അലൻ ജോഫി ചെറപ്പണത്ത്, അയ്യപ്പദാസ് എസ്, അവിനാഷ് വിനോദ്, ആഷിഖ് ജോയ് എന്നിവർ ജേതാക്കൾക്കുള്ള 75,000 രൂപ സ്വന്തമാക്കി. 109 ടീമുകൾ കേരളത്തിന് പുറത്തുനിന്നും 24 ടീമുകൾ സംസ്ഥാനത്തിനകത്തു നിന്നുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സൃഷ്ടിയുടെ ഭാഗമായി ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട സ്റ്റാർട്ടപ്പ് എക്സ്പോയിൽ ഹ്യൂസലാജ് ഇന്നൊവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബെസ്റ്റ് പ്രോമിസിംഗ് സ്റ്റാർട്ടപ്പ് പുരസ്കാരം നേടി. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർട്ടപ്പുകളാണ് ബിസിനസ് ആശയങ്ങളും പ്രൊഡക്റ്റുകളും പ്രദർശിപ്പിച്ചത്. അഖിലേന്ത്യാ മേളയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സമീക്ഷ പോസ്റ്റർ പ്രസന്റേഷൻ മത്സരത്തിൽ കോട്ടയം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനവും സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും നേടി. എടത്വ ജോർജിയൻ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് മത്സരത്തിൽ ചങ്ങനാശ്ശേരി ക്രിസ്തുജ്യോതി വിദ്യാനികേതൻ 1ാം സ്ഥാനവും കോട്ടയം മാർ ബസേലിയാസ് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും തകഴി കാർമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനത്തിൽ സെന്റ് ഗീസ് ഡയറക്ടർ തോമസ് ടി ജോൺ അധ്യക്ഷനായിരുന്നു. ബാംഗ്ലൂർ സീമെൻസ് ടെക്നോളജി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പൽ എക്സ്പെർട്ട് വിനയ് രാമനാഥ്, സെന്റ് ഗീസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധ ടി, എക്സിക്യൂട്ടീവ് ചെയർമാൻ പുന്നൂസ് ജോർജ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കോർപ്പറേറ്റ് ഇന്നൊവേഷൻസ് ആൻഡ് ഗ്ലോബൽ റിലേഷൻസ് ഹെഡ് വിശാൽ ബി കദം, മഹാത്മാഗാന്ധി സർവകലാശാല ബിസിനസ് ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ EK രാധാകൃഷ്ണൻ, ഇൻകർ റോബോട്ടിക്സ് CEO അമിത് രാമൻ, എഡ്യൂക്കേഷൻ മാത്ത് വർക്ക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് അക്കൗണ്ട് മാനേജർ അനീഷ് ബോംസൺ, സൃഷ്ടി ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ അജിത് രവീന്ദ്രൻ, കോർഡിനേറ്റർമാരായ നേഖ ജോസ്, റൂബൻ തോമസ്, സ്റ്റുഡൻറ് കോർഡിനേറ്റർ അരുന്ധതി R തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, സെന്റ് ഗീസ് IEDC, IIC, സെന്റ് ഗീസ് സെൻറ്റർ ഫോർ ഇന്നൊവേഷൻ എൻ്റർപ്രണർഷിപ്പ് എന്നിവരുമായി സഹകരിച്ചാണ് സൃഷ്ടി സംഘടിപ്പിച്ചത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ, വ്യവസായികൾ, അധ്യാപകർ, സംരംഭകർ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർ സൃഷ്ടി പ്രദർശനം കാണാനെത്തിയിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.